പിന്നെ പഞ്ചായത്തിൽ ഞാൻ അപേക്ഷിച്ചിട്ട് ഇന്ന് ശരിയാക്കാം നാളെ ശരിയാക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഒരു അളവും കാര്യങ്ങളൊക്കെ എടുത്ത് പോയതാണ്. ഇതുവരെയായിട്ടും ഒരു ഇതുണ്ടായിട്ടില്ല. സുധീഷ് ചെമ്പകശ്ശേരിയാണ്. അപ്പം ഞാനെന്നുള്ളത് പൂക്കോട്ടവ് പഞ്ചായത്ത്, അതായത് എൻ്റെ പഞ്ചായത്ത് തന്നെയാണ് കേട്ടോ. പൂക്കോട്ടവ് പഞ്ചായത്തിൽ മുന്നർക്കോട് 12ാം വാർഡിലാണ്. അപ്പോൾ 12ാം വാർഡിലെ ഒരു വീടിൻ്റെ അവസ്ഥയാണ് മൊത്തം ചോർന്നൊലിച്ച് മറ്റേ ഇത് മുഴുവൻ ചെതലെടുത്ത് യാതൊരു രൂപമില്ലാത്ത അവസ്ഥയിലാണ് ഇവരെല്ലാവരും വന്നിട്ട് ഇവിടെ വന്ന് ഈ വീട് കാണുന്നത്. അപ്പോൾ അദ്ദേഹം പ്രേരിച്ച് ഓരോ പ്രശ്നങ്ങൾ പറഞ്ഞപ്പോൾ, ഒന്നാമത് 10ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിയും അതുപോലെ തന്നെ ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു പെൺകുട്ടിയുള്ളൊരു വീടും കൂടിയാണ് കേട്ടോ അത്. അവരെ ആദ്യം അദ്ദേഹം ജോലിക്ക് പോയിട്ടാണ് ഈ കുടുംബം മൊത്തം നോക്കണം. അപ്പോൾ വേറെ അവർക്ക് വരുമാനങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഇത് വീടിന് മുമ്പേ പാസ്സാക്കി കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, ഇതിൻ്റെ അളവോ കാര്യങ്ങളോ എന്തൊക്കെ എടുത്തു പോയി. ആരും ഇതിലേക്ക് യാതൊരു ശ്രദ്ധയും ചെലുത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഒരു പഞ്ചായത്തിലൊരു വാർഡിൽ ഇങ്ങനെ ഒരു വീട് കാണുമ്പോൾ സത്യത്തിൽ നമുക്ക് ഭയങ്കര വിഷമാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുഴുവൻ അവസ്ഥ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും ഇതിപ്പോൾ തൽക്കാലം ഇവിടെ എല്ലാവരും കൂടി കൂടിയിട്ട് ഇവിടെ ഒരു ടാർപ്പായ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. കാരണം ഇനിയിപ്പോൾ മഴ പെയ്യുന്ന ഒരു സമയമാവുകൊണ്ട് ഇത് നമുക്ക് മൊത്തം പൊളിച്ച് എന്തെങ്കിലും ചെയ്യാന്നുള്ളത് അപ്രായോഗികമാണ്. അപ്പോൾ നമ്മളിപ്പോൾ തൽക്കാലം ഒരു ടാർപ്പായ വിരിച്ച് എല്ലാവരും കൂടി കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. പിന്നേക്ക് എന്തായാലും നമുക്ക് ഈ വീടിൻ്റെ ബാക്കി കാര്യങ്ങളെക്കുറിച്ച് പഞ്ചായത്ത് കൊടുത്തിട്ടില്ലെങ്കിലും നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് നോക്കണം. കാരണം പഞ്ചായത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നോ കൊടുക്കേണ്ടതാണ്. കാരണം ഇതിൻ്റെ അടുക്കളയും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത്രയും ബുദ്ധിമുട്ടിലാണ് അവർ കഴിയുന്നത്. കാരണം നമുക്കറിയാം, ഒരു കൂലിപ്പണിക്കാരൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു വീടിനോ അവരുടെ ചെലവുകളും നിത്യച്ചെലവുകളും കുട്ടികളുടെ വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അവർക്ക് എന്താണ് കിട്ടുക അവരുടെ കയ്യിൽ. അതുകൊണ്ട് ഇപ്പോൾ ഒരു വീടിൻ്റെ പണി നടത്താനോ കാര്യങ്ങളൊക്കെ ഒന്നും അദ്ദേഹത്തിനെ കൊണ്ടും കഴിയില്ല. അപ്പോൾ എന്തായാലും മാക്സിമം ആളുകൾ ഇദ്ദേഹത്തെ സഹായിക്കാൻ കഴിയുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് സഹായിക്കുക. കാരണം പഠിക്കുന്ന 2 കുട്ടികളും കൂടി ഉണ്ട് അവിടെ. അപ്പോൾ എല്ലാവരും ഒന്ന് സഹായിക്കുക. പഞ്ചായത്ത് അധികൃതരൊക്കെ ഈ വീഡിയോ ഒന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ, കാണാറുണ്ട് എനിക്കറിയാം, എല്ലാ പഞ്ചായത്തിലെ മെമ്പർമാരും പ്രസിഡന്റും ഒക്കെ അടക്കം എല്ലാ ആളുകളും ഇതിൻ്റെ വീഡിയോ കാണാറുണ്ട്. ആ കാണുന്ന ആളുകളുണ്ടെങ്കിൽ അവരെ ശ്രദ്ധയിലും കൂടി പെടുത്തുകയാണ്. അവർക്ക് എന്തെങ്കിലും ചെയ്ത് കൊടുക്കാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇത് ആര് ചെയ്താലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു നല്ല വീടായിട്ടിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന പ്രവർത്തനം കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അങ്ങനെയും ചെയ്യുക. അപ്പോൾ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മളെന്തായാലും അവർക്കൊരു വാക്ക് കൊടുത്തിട്ടുണ്ട്. ആ വീടിൻ്റെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാന്നുള്ളൊരു വാക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരുടെയും സഹായം നമുക്ക് ആ സമയത്ത് ആവശ്യമായിട്ട് വരും. അപ്പോൾ നമ്മളത് അഭ്യർത്ഥിക്കും. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇവർക്കൊരു വീടുണ്ടാക്കി കൊടുക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്യണം കേട്ടോ. നമ്മൾ ഇവിടെ എത്തിച്ചേർന്നത് നമ്മുടെ ഈ പ്രദേശത്തെ പ്രവർത്തകർ പറഞ്ഞിട്ടാണ് നമ്മളിവിടെ എത്തിയുള്ളത്. അവർ നമ്മളെ ഒപ്പം എത്താൻ കാരണം, നമ്മുടെ അടുത്ത് എത്താൻ കാരണം അവർക്കിടെ സാമ്പത്തിക അവസ്ഥയും അവർ ഒരുപാട് തവണ പഞ്ചായത്തിലും മറ്റും അപേക്ഷ ചെയ്തിട്ടുണ്ട്. വീടിനും നമ്മുടെ ഈ പ്രദേശത്ത് തന്നെ നമുക്ക് നോക്കിയാൽ കാണാം, വീട് പാസ്സായിട്ട് ആ വീട് ഉപയോഗിക്കാണ്ട് കിടക്കുന്ന വീടുകളുണ്ട്. 2-3 വർഷം മുന്നേ കെട്ടിയിട്ട വീടുകൾ, അത് ലൈഫ് മിഷൻ വഴിയും PMA വഴിയുമായി കിട്ടിയ വീടുകളും അവർ ഉപയോഗിക്കാണ്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഉപയോഗമുള്ള ആളുകൾക്കല്ല ഈ വീടും ഇതും പാസ്സാക്കി കൊടുക്കണമെന്നുള്ളത് നമുക്ക് വ്യക്തമായി കാണാം. നമ്മളിതിൻ്റെ വീഡിയോയിൽ തന്നെ നമുക്ക് കാണിച്ചു കൊടുക്കാം. ഇവിടുത്തെ പാർട്ടിയുടെ ഒപ്പം നിൽക്കുന്ന അല്ലെങ്കിൽ കൂടെ നിൽക്കുന്ന ആളുകൾക്ക് മാത്രമാണ് ഈ പദ്ധതികളും മറ്റും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇവര് ഈ വീട്ടിൽ എന്ന് പറഞ്ഞാൽ 2 പെൺകുട്ടികളും ഒരു ചെറിയ മോനും ഉള്ളൊരു ഇതാണ്. അവര് പഠിപ്പിക്കലാണോ നമ്മൾ കൂടുതൽ നോക്കുക, അതോ അവരുടെ ഈ വീട് നേരെയൊക്കെയാണോ നോക്കുക എന്നുള്ളതാണ്. കാരണം ഒരു തലമുറ വാർത്തെടുക്കുക എന്ന് പറഞ്ഞ പഠനം അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിൽ കൂടെയാണ്. അപ്പൊ അവരെ മക്കൾക്ക് ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതാണ് അവരുടെ പ്രയോറിറ്റി. അപ്പൊ അവർക്ക് അതിന്റെ സാമ്പത്തികം എത്താത്തതുകൊണ്ടാണ് നമ്മളിലേക്ക് എത്തിച്ചേർന്നുള്ളത്. നമ്മളെ ഈ വീട് ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴക്കാലമാണ് വരാൻ പോണത്. വീട് പൊളിച്ചിട്ട് കഴിഞ്ഞാൽ അതൊരു മൺചുമരും കൂടിയുള്ള വീടാണ്. അതുകൊണ്ട് വീട് പൊളിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ പണി തീർക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ ഈ മഴക്കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വീട് പഞ്ചായത്തൊന്നും ചെയ്തില്ലെങ്കിൽ, അധികാരികളൊന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് വീട് അതിനെ റിപ്പയർ ചെയ്ത് കൊടുക്കാനും ബാക്കിയുള്ള സൗകര്യം ചെയ്തു കൊടുക്കാനുള്ള രീതിയിൽ ഇനിയിപ്പോൾ പുതിയൊരു വീട് തന്നെ നമ്മളെല്ലാ ആളുകളും കൂടിയും ചേർന്ന്, അതിൽ പാർട്ടിയോ ബാക്കി കാര്യങ്ങളൊന്നുമില്ല, എല്ലാ മനുഷ്യ പ്രവർത്തകരും ചേർന്ന് നമുക്കൊരു വീട് കെട്ടിക്കൊടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമായിട്ടാണ് മുന്നോട്ട് പോവുക. അപ്പോൾ ഇത്രയാണ് നമുക്ക് പറയാനുള്ളത്. ചെയ്തു കൊടുക്കാൻ ഏതെങ്കിലും ഒരു ഫണ്ടിൽ ഉൾപ്പെടുത്തി അവർക്കൊരു വീട് കെട്ടിക്കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ അത് ചെയ്യട്ടെ. നമുക്ക് അതിലൊരു അഭിപ്രായ വ്യത്യാസമില്ല, അതിൽ രാഷ്ട്രീയമില്ല, ഒന്നുമില്ല. നമ്മൾക്ക് അവരുടെ മാനുഷിക പരിഗണന മാത്രം എടുത്തിട്ടാണ് നമ്മൾ ഈ പ്രവർത്തികൾ ചെയ്തു പോരുന്നത്. ഇനിയും ഇതുപോലെ തന്നെ അറിയപ്പെടാത്ത ആളുകൾ ഉണ്ടെങ്കിൽ നമുക്കത് അവരിലേക്ക് എത്തിക്കുക, ബാക്കി കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്.